തിരുവനന്തപുരത്ത് എൻ.ഡി.എക്കുണ്ടായ മുന്നേറ്റം അവരുടെ വിജയവും വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ വിശദമായി തന്നെ പരിശോധിച്ച് പറയേണ്ട കാര്യവും എൻ.ഡി.എയുടെയും ബി.ജെ.പിയുടെയും മുന്നേറ്റത്തെ അവിടെ ചെറുക്കാനുള്ള പദ്ധതി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIM പ്രത്യേകമായി ആലോചിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. പരാജയത്തിൽ പതറിപ്പോവുകയല്ല, മറിച്ച് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് അവിടെ ബി.ജെ.പിയുടെ വളർച്ച, അപകടകരമായ ബി.ജെ.പിയുടെ വളരുന്ന ട്രെൻഡിനെ എങ്ങനെയാണ് തടയേണ്ടതെന്ന് പരിശോധിക്കും. ഒന്ന്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലൊരു വിജയത്തിലേക്ക് ഈ നിലയിലേക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് അതിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കൈമാറ്റം നടത്തിയിട്ടുണ്ടോ, വോട്ട് കൈമാറ്റം നടത്തിയിട്ടുണ്ടോ, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. രണ്ട് തരത്തിൽ ഞാൻ പറയുന്നത്, ഒന്ന് ബി.ജെ.പിയുടെ രാഷ്ട്രീയ വളർച്ചയെ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കുകയും അതിനെ ആ അപകടത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി അതിനെ അവരുടെ ആഴത്തിലോട്ട് അതിനെ വേരാഴ്ത്തി പോകാതെ അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയമായി CPIM-നുണ്ട്. തീർച്ചയായും ആ ഉത്തരവാദിത്തം CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തുടർന്ന് നിർവഹിക്കും. അത് വളരെ വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളതിൽ രാഷ്ട്രീയമായി നേരിടാനുള്ള നല്ല കരുത്ത് തിരുവനന്തപുരത്തെ പാർട്ടിക്കുണ്ട്. അത് തീർച്ചയായും നേരിടുക തന്നെ ചെയ്യും. CPIM-ന്റെ ഔദാര്യമാണ് ബി.ജെ.പിയുടെ വിജയം എന്നതാണ് KC വേണുഗോപാൽ. അത് തിരുവനന്തപുരത്തെ പലയിടത്തെയും പരിശോധിച്ചാൽ മനസ്സിലാക്കുമല്ലോ. ഈ KC വേണുഗോപാൽ എന്താ പറയുക, ഇപ്പോഴ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ ഒരു മേൽക്കൈയിൽ വല്ലാതെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ ശ്രീ KC വേണുഗോപാലിന് വന്നിരിക്കുന്നു. അത് വരരുത്. വിജയത്തെ ഞങ്ങളും ഉൾക്കൊള്ളുന്നു, നിങ്ങളുടെ വിജയത്തെയും അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ വലിയ പരാജയത്തെയും ഒക്കെ ഞങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുക തന്നെയാണ്. അതിന് ശ്രീ KC വേണുഗോപാൽ വല്ലാതെ പറയരുത്. ഞങ്ങളുടെ ചിലവിലാണ്, ഞങ്ങൾക്കിങ്ങനെ BJPയെ ജയിപ്പിക്കുന്ന പരിപാടിയുണ്ടാവും. ഈ പറയുന്ന ശ്രീ KC വേണുഗോപാലല്ലേ അദ്ദേഹത്തിൻ്റെ സ്വന്തം സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് രാജ്യസഭയിലേക്ക് ഒരാളെ രാജസ്ഥാനിൽ നിന്ന് ജയിപ്പിച്ചുകൊണ്ട് വന്നയാൾ. എന്നിട്ട് ശ്രീ KC വേണുഗോപാൽ ഇതാ ഞങ്ങളുടെ പേര് ആരോപിക്കുക. അപ്പോൾ അത് ശ്രീ KC വേണുഗോപാൽ തന്നെ സ്വയം കണ്ണാടി നോക്കി പറയേണ്ട കാര്യമാണ്, ഞങ്ങളുടെ പേര് ആരോപിക്കേണ്ട കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യം ഓരോ വിജയവും ഓരോ പരാജയവും, അത് വിജയമാകട്ടെ പരാജയമാകട്ടെ, ജനങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്ഥിരം ചെയ്യുന്ന രീതി. ഞങ്ങൾക്കിവിടെ പരാജയമുണ്ടായിരിക്കുന്നു. ആ ഉണ്ടായ പരാജയത്തെ കൃത്യമായി പരിശോധിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനങ്ങളോട് കൂടുതൽ നമ്രശിരസ്കരായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങൾ ശക്തമായി ഇനിയും മുന്നേറും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പരാജയത്തിൻ്റെ കൂടി അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്ന് കൂടുതൽ കരുത്തുറ്റതായി മാറാനാണ് ഞങ്ങളെ ഇതിന് പ്രാപ്തരാക്കുക. അതുകൊണ്ട് ഈ പരാജയത്തിൽ ഞങ്ങൾ തളർന്നു പോവുകയല്ല. ഏതെങ്കിലും ഒരു വിജയമുണ്ടായാൽ ആ വിജയത്തിൽ വല്ലാതെ ആഹ്ലാദപുളകിതരായി അങ്ങ് അവിടെയും ഞങ്ങൾ നിലച്ചു പോകില്ല. അപ്പോൾ വിജയത്തിൽ നിന്നായാലും പരാജയത്തിൽ നിന്നായാലും ജനങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ജനങ്ങളാണ് ഏറ്റവും ഉയർന്നവർ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിക്കാനുണ്ടോ? ജനങ്ങൾ എവിടെയാണ് ഞങ്ങളോട് ഈ പറഞ്ഞതുപോലെ എതിരായി വോട്ട് ചെയ്ത സാഹചര്യം എവിടെയൊക്കെ ഉണ്ടായോ? എല്ലായിടത്തും അല്ലല്ലോ. ഇപ്പോൾ ചിലയിടത്തെല്ലാം പതിറ്റാണ്ടുകളോളം UDF-ൻ്റെ കയ്യിലിരുന്ന പഞ്ചായത്തുകൾ ഞങ്ങൾ തിരികെ പിടിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിലാകട്ടെ പഞ്ചായത്തുകളിലാകട്ടെ പലയിടങ്ങളിലും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പരക്കെ അങ്ങ് LDF തോറ്റു പോകുക എന്നുള്ളതല്ല. ഞങ്ങൾ വിജയിച്ച സ്ഥലങ്ങളുണ്ട്, എന്നാൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. വിജയിച്ചെടുത്ത് ആ വിജയത്തിൽ നിന്ന് പാഠം പഠിക്കുകയും പരാജയപ്പെട്ടിടത്തു നിന്ന് എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിലൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയമായ ഉൾക്കരുത്തുണ്ട്, ഞങ്ങളുടെ സംഘടനാ ശക്തിയുണ്ട്. അതൊന്നും എവിടെയും ചോർന്നു പോയിട്ടില്ല. ശക്തമായി ഇടതുപക്ഷത്തിന് ഇനിയും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. കോർപ്പറേഷന്റെ ഭരണം ഇനി മുതൽ BJPക്കാണെന്നുള്ള യാഥാർത്ഥ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കാം. അത് കൂടുതൽ ഈ തലസ്ഥാനത്തല്ലേ? അതൊന്നുമില്ല. ഈ തലസ്ഥാനത്തല്ലേ ഒരു സീറ്റ് BJP പിടിച്ചത് നേമത്ത്. അതെന്തേ നീണാൾ വാഴോ വാങ്ങി നിന്നോ? ഇല്ലല്ലോ. അതൊന്നും അങ്ങനെ കരുതരുത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് അങ്ങനെ അല്പം മേൽക്കൈ കിട്ടി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ആകെ അങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് വേറെ എവിടെയെങ്കിലും BJPക്ക് അങ്ങനെ മേൽക്കൈ ഉണ്ടാവണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ആ കാര്യങ്ങളെ ഞങ്ങൾ നേരിടുന്നത്. നിയമസഭയിൽ ഇത് ഒരു തരത്തിലും സ്വാധീനിക്കില്ല. ഇല്ലല്ലോ. അല്ല, കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് തന്നെ നിങ്ങൾ എടുത്താലും തിരുവനന്തപുരത്ത് അങ്ങനെ BJPക്ക് ഇത് നിലനിർത്താൻ കഴിയുന്നൊരു വിജയമാണ്.
നിയമസഭയിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു വിജയമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടില്ല, LDF അങ്ങനെയല്ല, അതങ്ങനെയല്ല, അത് നേരെ തിരിച്ചാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസും LDF-ഉം ഫേസ് ഓഫ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഞങ്ങളും കോൺഗ്രസും നേർക്കുനേർ മത്സരിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെ BJPക്ക് ഒരു വിജയപ്രതീക്ഷയുമില്ലാത്ത സ്ഥലങ്ങളാണ്. ആ സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാനായി. അതാണ് കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെട്ടത്. അത് BJPയുടെ തന്നെ ഒരു ലക്ഷ്യമായിരുന്നു. അത്തരം സീറ്റുകളിൽ BJPയുടെ വോട്ടുകൾ എവിടേക്കാണ് പോയത് അത് എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. BJP ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറേ കാലമായി യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് 2 സന്ദർഭങ്ങൾക്ക് മുമ്പ്, 2 തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിക്കും എന്ന ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. അതിനെ ശക്തമായി ചെറുത്തോൽപ്പിച്ചത് LDF ആണ്, UDF അല്ല. ഇത്തവണയും അത് ഞങ്ങൾക്ക് സാധ്യമാകുമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് UDF-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേർക്കുനേർ മത്സരിച്ച കുറേ സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ UDF വിജയിച്ചു. കുറേ സീറ്റുകളിൽ നമ്മൾ വിജയിച്ച് വരേണ്ട സീറ്റുകളിൽ അവിടെ BJPക്ക് ഒരു വിജയപ്രതീക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്. അത് BJPയിലേക്ക് പോയിട്ടുണ്ടോ? BJPയുടെ വോട്ട് UDF-ലേക്ക് പോയിട്ടുണ്ടോ? തങ്ങൾക്ക് വിജയപ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് UDF ജയിച്ചോട്ടെ, LDF-ന്റെ പൊതുവിലുള്ള സീറ്റ് നിരയിൽ കുറവുണ്ടാകട്ടെ എന്ന ലക്ഷ്യത്തോട് ചെയ്തോ? ഇത് എനിക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും ഞാനും ഇപ്പോൾ പറഞ്ഞത്. നമുക്കത് പരിശോധിക്കേണ്ട കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഇത് വലിയ രീതിയിൽ ചർച്ചയായ അയ്യപ്പന്റെ ശാപമാണെന്നൊക്കെയുള്ള തരത്തിൽ UDF കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമൊക്കെ വരുന്നുണ്ട്. ശരിക്കും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രീതിയിൽ വ്യാപിച്ചു അല്ലെങ്കിൽ ഇല്ല? അത് ഈ തിരഞ്ഞെടുപ്പിൽ ഏതെല്ലാം ഘടകങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നെല്ലാം ഒറ്റയടിക്ക് പറയാനിപ്പോൾ സാധിക്കില്ല. ഞങ്ങളതിൽ നിന്ന് പഠിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, പ്രതികരിക്കും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചൊരു വികസന കാഴ്ചപ്പാടുണ്ടായിരുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത നിലവാരത്തെ പരമാവധി മെച്ചപ്പെടുത്തുന്ന ഒരു ബദൽ ഇന്ത്യയിൽ മുന്നോട്ട് വെച്ചത് ഞങ്ങളാണ്. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ അതിലാണ് ഊന്നിയത്.